ഗുജറാത്തിലെ ദഹോദിലെ പൊതുപരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്നതിന്റെ തത്സമയ സംപ്രേഷണമാണ് നമ്മൾ കണ്ടത്. വാർത്തകളിലേക്ക്. കരുവന്നൂർ കള്ളപ്പണ കേസിൽ കലൂർ PMLA കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. CPM നേതാക്കളായ AC മൊയ്തീനും MM വർഗീസും K രാധാകൃഷ്ണൻ MPയും പ്രതികളാണ്. കേസിലാകെ 83 പ്രതികളുണ്ട്. CPMനെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, കരുവന്നൂർ കള്ളപ്പണ കേസിൽ കലൂർ PMLA കോടതിയിൽ കുറ്റപത്രം വരുമ്പോൾ അതിലെ ഉള്ളടക്കം എപ്രകാരമാണ്? കൂടുതൽ വിവരങ്ങൾ. രോഹിണി, കരുവന്നൂർ കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് 8 CPM നേതാക്കൾ ഈ കേസിൽ, കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതിയായിരിക്കുന്നു. CPM അടക്കം 8 പ്രതികളാണ്, പ്രധാനപ്പെട്ട പ്രതികളാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ളതും. അതിൽ മുൻമന്ത്രി AC മൊയ്തീൻ 67-ാം പ്രതിയാണ്. മുൻമന്ത്രി AC മൊയ്തീൻ CPMന്റെ മുൻ ജില്ലാ സെക്രട്ടറിയാണ്. സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. ഒപ്പം തന്നെയാണ് 68-ാം പ്രതി തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയായ MM വർഗീസ്. 69-ാം പ്രതിയാണ്. CPMന്റെ മുൻ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയാണ്. തൃശ്ശൂരിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവുമാണ്. ഒപ്പം തന്നെയാണ് K രാധാകൃഷ്ണൻ MP, മുൻ മന്ത്രിയും മുൻ സ്പീക്കറുമായ K രാധാകൃഷ്ണൻ MPയും ഈ കേസിൽ 70-ാം പ്രതിയായി പ്രതിപ്പട്ടികയിലേക്ക് എത്തിയിരിക്കുന്നു. നിരവധി തവണ ഈ നേതാക്കളെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. കരുവന്നൂർ കള്ളപ്പണ കേസിന്റെ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി പല തവണകളിലായി K രാധാകൃഷ്ണൻ MP, MM വർഗീസ്, AC മൊയ്തീൻ എന്നിവരെ ചോദ്യം ചെയ്തതാണ്. കേസിന്റെ ആദ്യഘട്ടത്തിലും AC മൊയ്തീനിൽ നിന്ന് വിവരങ്ങൾ അന്വേഷണ സംഘം ചോദിച്ചിരുന്നു. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ നടത്തുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ കള്ളപ്പണ ഇടപാടുകൾ പാർട്ടിക്കുള്ള പങ്കാളിത്തം കൂടി കണ്ടെത്തിയതോടുകൂടിയാണ് CPM പാർട്ടി കേസിൽ പ്രതിപ്പട്ടികയിലേക്ക് എത്തുന്നത്. കള്ളപ്പണം, സാമ്പത്തിക തട്ടിപ്പിലൂടെ ഉണ്ടാക്കിയ കള്ളപ്പണം, അത് സംഭാവന എന്ന ഇനത്തിൽ പാർട്ടി കൈപ്പറ്റി എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. അങ്ങനെ 77 ലക്ഷം രൂപയുടെ സ്വത്തുവകകൾ നേരത്തെ CPMന്റേതായി തൃശ്ശൂർ ജില്ലയിൽ അന്വേഷണ സംഘം കണ്ടുകെട്ടുകയും ചെയ്തു. അതിന്റെ തുടർച്ചയായിട്ടുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ CPM നേതാക്കൾ, മുതിർന്ന CPM നേതാക്കൾ തന്നെ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട്, കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട് പ്രതിപ്പട്ടികയിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. മറ്റു CPM ഭാരവാഹികൾ എന്ന് പറയുന്നത് പൊറത്തുശ്ശേരി നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി AR പീതാംബരൻ 71-ാം പ്രതിയാണ്. പൊറത്തുശ്ശേരി സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MB ബിജു ഈ കേസിൽ 72-ാം പ്രതിയാണ്. ഇരിങ്ങാലക്കുട ഏരിയ സെക്രട്ടറി KC പ്രേമചൻ 73-ാം പ്രതിയാണ്. ഒപ്പം തന്നെയാണ് ആകെ 83 പ്രതികൾ, ആദ്യഘട്ടത്തിലെയും രണ്ടാം ഘട്ടത്തിലെയും ആകെ കൂടി 83 പ്രതികളാണ് ഈ കേസിലുള്ളത്. അതിൽ 27 പ്രതികളാണ് രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നത്. AC മൊയ്തീനും MM വർഗീസും K രാധാകൃഷ്ണനും അടക്കമുള്ള 27 പ്രതികൾ ഈ രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ ഒഴുകുന്നു. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ പുറത്തു വന്നിരുന്നു. അന്വേഷണം നീങ്ങുന്ന ഘട്ടത്തിൽ നിരവധി തവണ ചോദ്യം ചെയ്തിട്ടുള്ള ഈ ഒരു സാമ്പത്തിക തട്ടിപ്പുകൾ നടന്ന കാലഘട്ടത്തിൽ 2011 മുതൽ പിന്നീട് അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ സാമ്പത്തിക തട്ടിപ്പിന്റെ ഘട്ടങ്ങളിൽ അവിടെ CPMന്റെ ജില്ലാ ഭാരവാഹികളായിരുന്ന, പ്രത്യേകിച്ച് ജില്ലാ സെക്രട്ടറിമാരായിരുന്ന ആളുകളെ കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു അന്വേഷണം മുന്നോട്ട് പോയത്. ആ അന്വേഷണത്തിലാണ് ഇപ്പോൾ മുൻ ജില്ലാ സെക്രട്ടറിമാർ, ഈ 2011-നും 2022-നും ഇടയ്ക്കുള്ള 10 വർഷത്തെ കാലയളവിൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന, ഈ സാമ്പത്തിക ഇടപാടുകളുടെ എല്ലാം ചുക്കാൻ പിടിച്ചിരുന്ന നേതാക്കൾ പ്രതിപ്പട്ടികയിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ പൊറത്തുശ്ശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AR പീതാംബരൻ അടക്കമുള്ള മറ്റ് പ്രതികൾ കൂടി കേസിലേക്ക് വരികയും ചെയ്തു. അതായത് പ്രാദേശിക നേതാക്കൾ മുതൽ ജില്ലാ നേതാക്കൾ വരെ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ജിജീഷ്, അതാണ് ഏറെ ഗൗരവതരമായ വസ്തുത. കാരണം കരുവന്നൂർ കള്ളപ്പണ കേസിൽ CPMന്റെ പ്രാദേശിക നേതാക്കൾ തൊട്ട് സംസ്ഥാന നേതാക്കൾ വരെ ഉൾപ്പെടുമ്പോൾ, സമുന്നതരായ നേതാക്കൾ വരെ ഉൾപ്പെടുമ്പോൾ ഇതിൽ CPMന്റെ പങ്ക് വ്യക്തമാകുന്നു. CPM കടുത്ത പ്രതിരോധത്തിലാകുന്ന കാഴ്ച തന്നെയല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്. പലപ്പോഴും ഇത് രാഷ്ട്രീയ പ്രേരിതമെന്നും ED നടത്തുന്ന, കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമനുസരിച്ച് ED നടത്തുന്ന അന്വേഷണവും പ്രഹസനമെന്നും ഒക്കെ പറഞ്ഞു വാദിക്കുമ്പോൾ, ഇപ്പോൾ ഈ പ്രതികളുടെ കൃത്യമായ തെളിവുകളോടുകൂടി തന്നെ കുറ്റപത്രത്തിനകത്തേക്ക് വരുമ്പോൾ തികഞ്ഞ പ്രതിരോധത്തിലാകുന്ന കാഴ്ച തന്നെയല്ലേ CPMനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുക? രോഹിണി പറഞ്ഞതുപോലെ തന്നെ CPMനെ സംബന്ധിച്ചിടത്തോളം, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിരോധത്തിൻ്റെ ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഒരു കൗൺസിലറാണ് അറസ്റ്റിലായിരുന്നത് എങ്കിൽ, CPM കൗൺസിലറായ PR അരവിന്ദാക്ഷനാണ് അറസ്റ്റിലായത് എങ്കിൽ, രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ AC മൊയ്തീനാണെങ്കിലും MM വർഗീസ് ആണെങ്കിലും ഒപ്പം തന്നെ K രാധാകൃഷ്ണൻ MP ആണെങ്കിലും എല്ലാം തന്നെ അതിലൊരാൾ മുൻ മന്ത്രിയാണ്. AC മൊയ്തീൻ മുൻ മന്ത്രിയാണ്, മറ്റൊരാൾ മുൻ മന്ത്രിയും ഒപ്പം തന്നെ
മുൻ സ്പീക്കറുമാണ്. അങ്ങനെ ഭരണഘടനാ പദവിയിലടക്കം പ്രധാനപ്പെട്ട പദവിയടക്കം വഹിച്ചിരുന്ന കെ രാധാകൃഷ്ണൻ കൂടി കേസിൽ പ്രതിയാകുന്നതോടെ CPM-നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പ്രതിരോധം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അത് എങ്ങനെ അതിന് മറുപടി പറയണം എന്നത് സംബന്ധിച്ചൊരു വ്യക്തതയില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാഷ്ട്രീയ പ്രേരിതമായി കേസുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു, അത്തരത്തിൽ കേസുകൾ എടുക്കുന്നു എന്ന ആരോപണങ്ങൾ ഉയർത്തുമ്പോഴാണ് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലും മൊഴികളുടെ അടിസ്ഥാനത്തിലും ലഭ്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലുമെല്ലാം രണ്ടാം ഘട്ടത്തിൽ CPM നേതാക്കൾ തന്നെ പ്രതിപ്പട്ടികയിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ അറസ്റ്റുകൾ ഉണ്ടായിട്ടില്ല, എന്നാൽ ആദ്യഘട്ടത്തിലായിരുന്നു 4 പ്രധാനപ്പെട്ട കണ്ണികളുടെ ഇതിന്റെ ആസൂത്രകരുടെ അറസ്റ്റ് ഉണ്ടായത് എങ്കിൽ രണ്ടാം ഘട്ടത്തിൽ ഇത്തരത്തിൽ ലോണുകൾ അനധികൃതമായി അനുവദിക്കാൻ കൂട്ടുനിന്ന ആളുകൾ, അനധികൃതമായ അക്കൗണ്ടുകൾ അവിടെ തുറക്കുകയും സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയും ചെയ്ത ആളുകൾ, ഇതിനെല്ലാം കൂട്ടുനിന്ന രാഷ്ട്രീയ നേതാക്കൾ എന്നിവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുകയും അവരെല്ലാവരും തന്നെയാണ് ഈ പ്രതിപ്പട്ടികയിൽ ഇപ്പോൾ ഉൾപ്പെടുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ പലവട്ടം ചോദ്യം ചെയ്തപ്പോഴും കേസിൽ നിന്ന് ചില ഘട്ടങ്ങളിലെല്ലാം ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനമായിരുന്നു AC മൊയ്തീൻ അടക്കമുള്ള നേതാക്കൾ, MM വർഗീസ് അടക്കമുള്ള നേതാക്കൾ സ്വീകരിച്ചിരുന്നത് എങ്കിൽ മറ്റു ചില മൊഴികളുടെയും ലഭ്യമായ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ്. കാരണം കെ രാധാകൃഷ്ണൻ അടക്കം വാദിച്ചിരുന്നത് തന്റെ കാലഘട്ടത്തിൽ തനിക്ക് ഇത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധമില്ല, യാതൊരു തരത്തിലുള്ള പങ്കുമില്ല എന്നെല്ലാം വാദിക്കുന്നതിനിടയിൽ തന്നെയാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നതും അതിൽ 8 CPM നേതാക്കൾ പ്രതിപ്പട്ടികയിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. ശരി ജിജീഷ്. കരുവന്നൂർ കള്ളപ്പണ കേസിൽ കലൂർ PMLA കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. CPM നേതാക്കളായ AC മൊയ്തീനും MM വർഗീസും കെ രാധാകൃഷ്ണൻ MP-യും പ്രതികളാണ്. കേസിലാകെ 83 പ്രതികളുണ്ട്. CPM-നെയും പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജിജീഷാണ് വിവരങ്ങൾ നൽകിയത്.